ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 ഒരു ഹൊറർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി കോളർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി വരുന്ന ഹീറോയിൻ, ആ ഒരു വീട്ടിലാണെങ്കിൽ ഒരു പഴയ ടെലിഫോൺ ഉണ്ട്. അതിലാണെങ്കിൽ അവൾക്കൊരു കോൾ വരുന്നു. ആ ഒരു കോൾ എടുത്ത് സംസാരിച്ചതിന് ശേഷം ഇനി എന്താണ് ഈ ഒരു മൂവിയിൽ നടക്കാൻ പോകുന്നത് എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി കണ്ടോ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും ഈ ഒരു മൂവിയിൽ സംഭവിക്കുന്നത്. ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഇതേ ഒരു ഡൗട്ട് തന്നെയായിരുന്നു, ഇത് നല്ലതായിരിക്കോ ഇല്ലയെന്ന്. പക്ഷേ പോകെ പോകെ ഒരു രക്ഷയും ഇല്ല, അവസാനമെല്ലാം വേറെ ലെവലിലാണ് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള മേരിയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ പഴയ വീട്ടിൽ നിന്നും ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് നടന്നു പോകുമ്പോൾ തന്നെ അയൽക്കാരനായിട്ടുള്ള ഒരാൾ വെളിയിലിരിപ്പുണ്ട്. അങ്ങനെ മേരി ആണെങ്കിൽ നേരെ അകത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ അയാൾ ഡോർ ഇങ്ങനെ തുറന്നിട്ട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോക്സ് താഴേക്കെടുത്ത് വെക്കുന്നു. അപ്പോൾ അയാളുടെ പേര് ജോർജ് എന്നാണ്. അപ്പോഴാണ് ജോർജ് ശ്രദ്ധിക്കുന്നത് മേരി കൊണ്ടുവന്ന അവളുടെ ഒരു പെറ്റ്, അത് ഈ ഒരു ചെറിയ പ്രാണിയുണ്ടല്ലോ, ഈ പുൽച്ചാടി, അതിനെയാണ് അവൾ പെറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജോർജ് ചോദിക്കുന്നുണ്ട്, അല്ല ഇതിനെയൊക്കെ എങ്ങനെ പെറ്റാക്കുന്നേ? അപ്പോൾ അവൾ പറയും, ഹേയ് അതെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് എന്ന് പറയുന്നതും അയാളാണെങ്കിലും ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞിട്ട് ജോർജ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവന് വീണ്ടും ഡൗട്ട്. തിരിഞ്ഞു നിന്നിട്ട് ഒരു തവണ കൂടി അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഒരു പുൽച്ചാടി അതെങ്ങനെയാ ഫ്രണ്ട്ലി ആവുന്നേ എന്നെല്ലാം പറയുമ്പോൾ മേരി ആണെങ്കിലും ചിരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി മേരി TV കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയം ഈ ഒരു വീട്ടിലെ ടെലിഫോൺ റിങ് ചെയ്യാണ്. അങ്ങനെ മേരി ആണെങ്കിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നും ഇത് 7225 ആണെന്ന് ചോദിക്കുമ്പോൾ മേരി നോക്കിയിട്ട് അതേന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ബോബി അവിടെ ഉണ്ടോ? അപ്പോൾ മേരി പറയും സോറി ഇവിടെ ബോബി ഇല്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്പർ മാറിയതായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പുതുതായിട്ട് താമസത്തിന് വന്നതാണ്, ഇതിന് മുന്നേ താമസിച്ച ആളായിരിക്കും, അയാൾ വേറെ സ്ഥലത്തേക്ക് പോയി, അയാൾ ഇവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവരാണെങ്കിലും പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. സോറി അവരല്ല, നമ്മുടെ മേരിയാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് മേരി ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറാൻ കാരണം അവളുടെ ഭർത്താവായിട്ടുള്ള സ്റ്റീവനുമായിട്ട് അവൾ വേർപിരിഞ്ഞു. അപ്പോൾ അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കേസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിലും അടുത്ത ദിവസം കോടതിയിലെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മേരിയുടെ കൂടെ അവൾ വളർത്തുന്ന ഒരു നായയുണ്ട്. സത്യത്തിൽ അത് സ്റ്റീവനും കൂടി അവകാശപ്പെട്ട നായയാണ്. ഇവര് വേർപിരിയുമ്പോഴത്തേക്ക് ആ ഒരു നായ മേരിയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോടതി വിധിക്കുന്നത്. അങ്ങനെ ആ ഒരു നായനെ വന്നിട്ട് അവൻ കളിപ്പിച്ച് ഓക്കെ നമുക്ക് കുറച്ച് നല്ല സമയങ്ങളുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നല്ല ദേഷ്യത്തോടെ തന്നെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും മേരി ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് തന്റെ റൂമിന്റെ പണികളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വീണ്ടും ആ ഒരു ടെലിഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നു. അങ്ങനെ മേരി ആണെങ്കിൽ ഓടി ചെന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുന്നതും എനിക്ക് ബോബിയോട് സംസാരിക്കാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ എന്തായാലും അതൊരു സ്ത്രീയാണ്, അവർ ഇന്നലെ വിളിച്ചവരാണ്. അപ്പോൾ നമ്മുടെ മേരി പറയും സോറി ബോബി ഇവിടെ ഇല്ലാന്ന് പറയുമ്പോൾ അവർ ചോദിക്കും അല്ല നിങ്ങൾ ആരാണ്? അപ്പോൾ മേരി പെട്ടെന്ന് അല്ല ഞാൻ ആരാണെന്നോ, അല്ല നിങ്ങൾ എന്താ വല്ല തമാശ കളിക്കാണോ, അതോ സ്റ്റീവനാണോ നിങ്ങൾ ഏർപ്പാടാക്കിയത് എന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയോ, ഇന്ന് രാത്രി 8 മണിക്ക് ഞാനൊരു സ്ഥലത്തുണ്ടാവും, അവന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് വരാൻ പറയും എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും അവരുടെ പേര് റോസ് എന്നാണ്. ഹേ റോസ് ഇത് കേൾക്ക്, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരാൾ ശരിക്കും ഇവിടെയില്ല, ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടേക്ക് സ്ഥലം മാറി ഇപ്പോൾ പുതുതായിട്ട് താമസത്തിന് വന്നതാണെന്ന് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് റോസ് പെട്ടെന്ന് മേരിയോട് പറയുന്നത് ഇന്നലെ രാത്രി ഞാൻ വീടിനടുത്തൂടെ പോയപ്പോൾ അവൻ ആ ഒരു ജനാലയുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മേരി ഒരു സംശയം കാരണം അവരോട് ചോദിക്കും ശരി നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്രസ്സ് അറിയോ, എങ്ങനെയാണെങ്കിൽ അഡ്രസ്സ് കറക്റ്റ് പറയാൻ പറയുമ്പോൾ അവർ നമ്മുടെ മേരി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് തന്നെ പറയാണ്. അപ്പോൾ അവർ പറ്റിക്കല്ല എന്ന് ഹീറോയിന് മനസ്സിലായി. എന്നിട്ട് റോസ് പറയും ഫ്രാങ്കിന് 8 വയസ്സാണെന്നും കൂടി അവനോട് പറയണം. അപ്പോൾ നമ്മുടെ മേരി ആണെങ്കിലും ഓക്കെ ശരി ഫ്രാങ്കിന് 8 വയസ്സാണ്, ഞാൻ അവനോട് പറയാം. മേരി ഇപ്പോൾ ആ ഒരു ഫോണും കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് മേരി ഒരു നൈറ്റ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അവിടേക്ക് അവൾ ലേറ്റ് ആയിട്ട് ആ ഒരു ക്ലാസ്സിന് ചെല്ലുമ്പോഴത്തേക്കും ഇവരെ പഠിപ്പിക്കുന്ന ആ ഒരു സാറുണ്ടല്ലോ, അവന്റെ പേര് ജോൺ എന്നാണ്. ഇതാണ് നമ്മുടെ ഈ മൂല ഹീറോ. അങ്ങനെ ജോൺ ആണെങ്കിലും മേരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു കോളേജിൽ കുറച്ച് നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇത്തിരി പ്രായം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇളവൊന്നും തരാനായിട്ട് കഴിയത്തില്ല. അപ്പോഴാണ് അവൾ പറയുന്നത് അല്ല ഞാൻ ഫസ്റ്റ് ഇയർ ആയിട്ടാണ് പഠിക്കാൻ വരുന്നത് പറയുമ്പോൾ അവൻ പറയും ഓ ഇത് 2ാമത്തെ സ്റ്റേജ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ആണ് എന്ന് പറയുന്നതും അവൾ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ മേരി ആണെങ്കിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഒരു ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അതിനകത്തേക്ക് ഒരു ഭിക്ഷക്കാരൻ അങ്ങനെ കയറി വരുന്നുണ്ട്. എന്നിട്ട് അയാൾ എല്ലായിടത്തും നോക്കി പതിയെ മേരിയുടെ മുന്നിലായിട്ടുള്ള ഒരു സീറ്റിലേക്ക് വന്നിരുന്ന് അവളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കാണ്.
അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്ന് കിടക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും വീണ്ടും ആ ഒരു ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് ഫോൺ എടുത്ത് ഹലോ എന്ന് വെക്കുമ്പോൾ നേരത്തെ വിളിച്ച അതേ സ്ത്രീ റോസ് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അല്ല ബോബി എന്നോട് പറഞ്ഞു നിന്നെ അറിയത്തില്ലാന്ന്. അപ്പോൾ മേരി പറയും അതെ ബോബി പറഞ്ഞത് ശരിയാണ്, അവൻ പറയുന്നത് തന്നെ നീ കേട്ടോ, എനിക്ക് അവനെ അറിയത്തില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്പർ ഡയൽ ചെയ്തിട്ട് ബോബി എന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ റോസ് പറയും അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, പക്ഷേ ബോബി എന്താ ചെയ്യുന്നതെന്നറിയോ, നിന്നെ അവൻ യൂസ് ചെയ്യാണ്, സാധാരണ അവൻ അങ്ങനെയാണ് ചെയ്യാറെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മേരി പറയും അതെ ഈ ഒരു ഭ്രാന്തുള്ളവരോട് സംസാരിക്കാണ്ട് എനിക്ക് സമയമില്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് കിടക്കാൻ പോകണമെന്ന് പറയുമ്പോൾ റോസ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പ്ലീസ് ഫോൺ വയ്ക്കരുത്, പ്ലീസ് ദയവായിട്ട് എന്നോട് സംസാരിക്കണമെന്നല്ല ഇങ്ങനെ പറയാണ്. അപ്പോൾ മേരി പറയും സോറി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ലൈൻ മാറി വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ റോസ് അപ്പോഴും അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഇല്ല ബോബി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് റോസ് നല്ല രീതിയിൽ കരയാണ്. അപ്പോൾ മേരി ആണെങ്കിൽ ഹലോ റോസ് നീ അവിടെ ഉണ്ടോ, നീ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിന്റെ സുഹൃത്ത് ബോബി ഒരിക്കലും ഇവിടെ ഇല്ല, അതേപോലെ തന്നെ എനിക്ക് നിന്നെ അറിയത്തില്ല. റോസ് ആണെങ്കിൽ സോറി പറഞ്ഞിട്ട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വീണ്ടും മേരി എന്ന് പറയുന്നത് റോസ് പറയും അവൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു, അതും വിയറ്റ്നാമിൽ നിന്ന് തിരിച്ചെത്തിയ സമയത്ത് അവന്റെ യൂണിഫോമിൽ വന്ന് എന്നോട് മുട്ടുകുത്തിയിരുന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ മേരി ചോദിക്കും അല്ല വിയറ്റ്നാമിൽ നിന്ന് യൂണിഫോം ഇട്ടിട്ട് അവൻ എന്താ യുദ്ധത്തിൽ നിന്നും തിരിച്ചു വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമായിരുന്നു, അത് കഴിഞ്ഞ് അവൻ ഒരിക്കലും തിരിച്ചു പോകാനായിട്ട് താല്പര്യപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ മേരി പെട്ടെന്ന് അല്ല നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ റോസ് പറയും 41. അപ്പോൾ മേരി ചോദിക്കും ഹേ റോസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വിയറ്റ്നാമിലെ ആ ഒരു യുദ്ധം എന്നായിരുന്നു? 35-40 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ആ ഒരു സമയത്ത് അവൻ നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് നീ ഒരു കുട്ടിയാണ്, അപ്പോഴാണ് നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നതും റോസ് പെട്ടെന്ന് നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് റോസ് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ആഹാ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ച് അവർ തന്നെ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ മേരിക്കും ദേഷ്യം വന്ന് തിരിച്ച് അവരെ ഡയൽ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു നമ്പർ നിലവില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. മേരിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശരി അങ്ങനെ അന്നത്തെ ആ ഒരു കോൾ കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ മേരിയും അതേപോലെ തന്നെ ജോർജ് എന്ന് പറഞ്ഞ ആ ഒരു അയൽക്കാരനുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആ ഒരു പൂന്തോട്ടത്തില് ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചു വയ്ക്കുകയാണ്. അതേസമയം മേരിയുടെ വീട്ടിൽ ആ ഒരു ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നതും മേരി നേരെ അവിടത്തേക്ക് വന്നിട്ട് ഫോൺ എടുത്ത് അപ്പോഴേ അവരോട് പറയും ഏയ് ഇതൊരു തരം ഹരാസ്മെന്റ് ആണ്, ശരി ഇത് ഏതാ വർഷം? അപ്പോൾ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ആ റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ പറയും ഞാൻ പറയാം 1979 സെപ്റ്റംബർ 4. അപ്പോൾ ഹീറോയിൻ അത് വിശ്വസിക്കത്തില്ല. അപ്പോൾ അവർ പറയും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ കിച്ചന്റെ ഭാഗത്ത് ഒരു ചെറിയ റൂമില്ലേ, അവിടുത്തെ ചുമരിൽ ഞാൻ ഒരു കാര്യം വരച്ചിട്ടുണ്ട്, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ മേരി ആണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അവൾ അവളുടെ കാര്യം നോക്കി ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് രാത്രിയിൽ അവൾ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവൾക്ക് വീണ്ടും ഒരു സംശയം, ഇനിയിപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കോ എന്നറിയാൻ വേണ്ടി നേരെ ആ ഒരു കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു വന്ന് ആ ഒരു ചുമരിലാണെങ്കിൽ വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചേക്കാണ്. അത് വലിച്ചു കീറി നോക്കുന്നതും ആഹാ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു റോസാപ്പൂവിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മേരി ആണെങ്കിൽ ഇപ്പോഴും അത് വലിയ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് മേരി വീണ്ടും റൂമിലിരിക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഫോൺ ഇങ്ങനെ റിങ് ആവുകയാണ്. വന്നെടുത്ത് സംസാരിക്കുമ്പോൾ റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ പെട്ടെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു റോസാപ്പൂവിന്റെ ചിത്രം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേരി ചോദിക്കും ശരി ആ ഒരു ചിത്രം അവിടെ ഉണ്ട്, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതാരെങ്കിലും ഇവിടെ ഉണ്ടതായിട്ട് പറഞ്ഞു തന്നാണെങ്കിലോ, എനിക്ക് സത്യം അറിയണം, നിങ്ങൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ ഇതെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല മേരി ഞാൻ ഒരിക്കലും നിന്നെ നിരീക്ഷിക്കുന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാനാണ് ആ ഒരു ചിത്രം വരച്ചത്, ഇന്നലെ രാത്രിയാണ് ഞാൻ ആ ഒരു ചിത്രം വരച്ചത് എന്ന് പറയുമ്പോഴും മേരി അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് റോസ് പറയുന്നത് പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, കാരണം എന്താണെന്നറിയോ, നീ എന്നോട് ഫ്യൂച്ചറിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഞാൻ നിനക്ക് തെളിവ് തന്നിട്ടും നീ എന്നെ വിശ്വസിക്കുന്നില്ല, നീ എന്നെ ഒരു കള്ളനാണെന്ന് പറയുമ്പോൾ മേരി പറയും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ ഇതെല്ലാം എങ്ങനെ നടക്കും? അപ്പോൾ റോസ് പറയും ഇതെല്ലാം ഒരു കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ മേരി ആണെങ്കിലും പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം മേരി നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജോർജ് ഇപ്പോഴും ആ ഒരു പൂന്തോട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ ജോർജിന് അടുത്തേക്ക് വന്നിട്ട് അല്ല ഈ ഒരു വീട്ടിൽ ഇതിനു മുന്നേ ഞാൻ വരുന്നതിന് മുന്നേ താമസിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആൽവരാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ് താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം ജോർജ് ഇങ്ങനെ പറയും. അപ്പോൾ മേരി ചോദിക്കും അല്ല പിന്നെന്താ അവർ ഇവിടെ നിന്ന് പോയെന്ന് ചോദിക്കുമ്പോൾ ജോർജിന് അതിന്റെ കാരണം മാത്രം അറിയത്തില്ല, എന്തോ ഒരു കാരണം കൊണ്ട് അവർ പെട്ടെന്നൊരു ദിവസം ഇവിടെ നിന്ന് പോയി. അങ്ങനെ മേരി വീണ്ടും റൂമിനകത്തേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിന് മുന്നേ ഇവിടെ താമസിച്ചിരുന്ന ആ ഒരു വീട്ടുകാരുടെ ഫോട്ടോ അവൾക്ക് ഇങ്ങനെ കിട്ടും. അതെടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് വീണ്ടും ആ ഒരു ഫോൺ റിങ് ചെയ്യാണ്. എന്തായാലും അത് റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ആയിരിക്കും. നേരെ ചെന്ന് സംസാരിക്കുമ്പോൾ റോസ് പറയും പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്, ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് സംസാരിക്കാനായിട്ട് വേറെ ആരുമില്ല, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ കഴിയത്തില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ മേരി ആണെങ്കിലും ഓക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവരാണെങ്കിലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങാണ്. എന്നിട്ട് അവർ മേരിയോട് ചോദിക്കും അല്ല മേരി നിങ്ങൾ എന്താ ഇപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നേ, നിങ്ങൾ ആരെങ്കിലും ചതിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും ആളുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മേരി ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ റോസ് പറയും
അങ്ങനെ ഒരു കാരണവശാലും പേടിക്കരുത്, നല്ല ധൈര്യമായിട്ട് നിൽക്കണം. എന്റെ കാമുനായിട്ടുള്ള ബോബിയില്ലേ, അവൻ എപ്പോഴും എന്നെ ചതിക്കും. അപ്പോൾ മേരി ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് നീ അവനെ ഉപേക്ഷിക്കാത്തത്, നിനക്ക് വേറൊരാളെ കണ്ടുപിടിച്ചോടെ എന്ന് ചോദിക്കുമ്പോൾ റോസ് പറയും, ഇല്ല, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മറ്റൊരു പകരക്കാരനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മേരി പറയും, എനിക്കും ഉണ്ടായിരുന്ന ഒരാള്, പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഒത്തുപോകില്ല എന്നായപ്പോൾ ഞാൻ അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, എനിക്ക് അവനെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് റോസിനോടായാലും മേരി ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ മേരി TV എല്ലാം കണ്ടിട്ട് അടുത്തുള്ള ഒരു കിച്ചൺ ഭാഗത്തേക്ക് നടന്നിങ്ങനെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ചെറിയൊരു റൂം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പുതുതായിട്ടൊരു ചുമര് കെട്ടിയേക്കുന്നു. സത്യത്തിൽ ഇത്രയും നേരം ആ ഒരു ചുമര് അവിടെ ഇല്ലായിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അവൾക്ക് അറിയത്തില്ല. അതേസമയം ആ ഒരു ഫോൺ റിങ് ചെയ്യാണ്. മേരി പെട്ടെന്ന് ചെന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇത്തവണ റോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മേരി, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു, അവനെ ഞാൻ ഒഴിവാക്കി. അതുമല്ല, അവന്റെ ഒച്ച ഒരിക്കലും അയൽക്കാർ കേട്ടില്ല, അതുകൊണ്ട് ആരും അവനെ കണ്ടുപിടിക്കാനേ പോകുന്നില്ല, അവനിവിടെ നിന്ന് ഓടിപ്പോയെന്നായിരിക്കും എല്ലാവരും വിശ്വസിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മേരി ചോദിക്കുന്നത്, റോസ്, നിങ്ങൾ അവനെ കൊന്നോന്നിങ്ങനെ ചോദിക്കുന്നതും. അതെ, ഞാനത് ചെയ്തു, പക്ഷേ ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് മാറാൻ പോവാണ്, ഇനി ആരിവിടേക്ക് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെല്ലാം പറയുന്നതും. ഇവിടെയാണ് ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ആ ഒരു ചുമരി കെട്ടിയിരിക്കുന്നില്ലേ, അതിനപ്പുറത്ത് ബോബി എന്ന് പറഞ്ഞ ഒരാളെ കൊന്ന് അവിടെ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. എന്നിട്ടാണ് ആ ഒരു ചുമര് അവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പൊ റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ നമ്മുടെ മേരിയോട് സംസാരിക്കുന്നത് പാസ്റ്റിൽ നിന്നും, മേരി അത് കേൾക്കുന്നത് അവരുടെ ഫ്യൂച്ചറിൽ നിന്നും. അപ്പോ റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ നമ്മുടെ മേരിയോട് സംസാരിക്കുന്നത് പാസ്റ്റിൽ നിന്നാണെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ഫ്യൂച്ചറിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മാറുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മേരി പെട്ടെന്ന് അവരോട് പറയും, ഇനി ഒരിക്കലും എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് മേരി നേരെ പോയി കിടന്നുറങ്ങാണ്. കുറെ കഴിയുമ്പോൾ അവർ വീണ്ടും വിളിക്കുന്നു. ഇത്തവണ നേരെ വന്നിട്ട് ആ ഒരു ഫോണിന്റെ വയറങ്ങ് ഊരിയിടും. അതുകൊണ്ട് അവർക്ക് ഇനി വിളിക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു കിച്ചന്റെ ഭാഗത്തുള്ള ചെറിയ റൂം ഉണ്ടല്ലോ, ആ ഒരു റൂമാണെങ്കിൽ ആണി വെച്ച് നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. കാരണം വേറെ ആരും അതിനകത്ത് കയറി വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞ് മേരി വീണ്ടും ക്ലാസ്സിന് പോവാണ് രാത്രിയിൽ. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അവളുടെ കാർ എടുക്കാനായിട്ട് വരുമ്പോൾ അതിനകത്ത് ആരും ഇരിക്കുന്നത് പോലെ പെട്ടെന്ന് അവൾ കണ്ട് അങ്ങനെ പേടിച്ചിട്ട് ഓടി തിരിച്ചു വരുമ്പോൾ ജോൺ ഉണ്ടല്ലോ, അവനിങ്ങനെ കാണുമ്പോഴത്തേക്കും അവനോട് ഇതേപോലെ കാര്യം പറയും. കാറിനകത്ത് ആരും ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജോൺ ആണെങ്കിലും നമ്മുടെ മേരിയോടൊപ്പം ആ ഒരു കാറിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആരെയും അങ്ങനെ കാണാനില്ല. ഒരുപക്ഷെ അവൾക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ബാ, ഒരു കോഫി ഷോപ്പിലേക്ക് പോവാന്നും പറഞ്ഞ് ഒരു ചെറിയ കോഫി ഷോപ്പിലേക്ക് നമ്മുടെ മേരിയെ കൊണ്ടിങ്ങനെ പോവാണ്. അങ്ങനെ അതിനകത്ത് ഇരുന്നിട്ട് അവർ ഒരുപാട് കാര്യങ്ങളിൽ സംസാരിച്ച് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ആ ഒരു കോഫി ഷോപ്പ് നടത്തുന്നത് നമ്മുടെ ജോണിന്റെ അച്ഛനും അമ്മയാണെന്ന്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ജോൺ തന്നെ മേരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അങ്ങനെ ജോണിനോട് യാത്രയെല്ലാം പറഞ്ഞ് അവളായാലും നേരെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് നിൽക്കുന്നു സ്റ്റീവൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ, അവനായിരുന്നു ആ ഒരു കാറിനകത്ത് കയറിയിരുന്നത്. എന്നിട്ട് അവളോട് ഇപ്പോൾ ദേഷിച്ച് ഈ ഡിവോഴ്സ് പേപ്പർ വാങ്ങിയത് കൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യം. ആ ഒരു രീതിയിൽ അവളോട് ഇങ്ങനെ സംസാരിച്ച് അവളെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ ജോൺ പെട്ടെന്ന് ആ ഒരു ഡോറിൽ വന്നിങ്ങനെ തട്ടുകയാണ്. അങ്ങനെ മേരി ആയാലും വന്ന് ഡോർ തുറക്കുന്നതും ജോണിനെ കണ്ടതുകൊണ്ട് തന്നെ സ്റ്റീവന് കുറച്ചുകൂടി ദേഷ്യമായി. ഓ, അപ്പൊ ഇതാണല്ലേ നിന്റെ പുതിയ ഫ്രണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവൻ ആണെങ്കിലും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്റ്റീവൻ പോയതിനു ശേഷമാണ് ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എന്തായാലും ഈ ഒരു വീടിനകത്തേക്ക് ആ ഡോർ തുറന്നാണല്ലോ സ്റ്റീവൻ എന്തായാലും വീടിനകത്തേക്ക് കയറിയത്. അതിന്റെ ലോക്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ജോൺ ആ ഒരു ലോക്കെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞ് അവന്റെ ഫോൺ നമ്പർ അവിടെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജോൺ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയതിനു ശേഷമാണ് മേരി അവളുടെ ഫോണിൽ അവനോട് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് ഈ ഒരു എയർ കണ്ടീഷൻ ഉണ്ടല്ലോ അത് കേടാവും. അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടി ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കോള് പോകുന്നില്ല. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, ആ ഒരു ടെലിഫോൺ ഉണ്ടല്ലോ അതിലൂടെ ഇനി വിളിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവൾ നേരെ ചെന്നിട്ട് ആ ഒരു ഊരിയിട്ട വയറുണ്ട് അതെടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതും എന്തോ ഭാഗ്യത്തിന് അവർ കറക്റ്റായിട്ട് വിളിച്ചില്ല. ആ ഒരു ജോലിക്കാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ആ എയർ കണ്ടീഷൻ സ്റ്റാഫിനെ വിളിച്ചിട്ട് കാര്യവും പറഞ്ഞ് ഫോൺ വെക്കുന്നതും പെട്ടെന്ന് കോള് വരുന്നു. എടുത്തിട്ട് ഹേയ് നിങ്ങളോടല്ലേ പറഞ്ഞ് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെറി പറയുമ്പോൾ സത്യത്തിൽ അത് മേരിയുടെ അമ്മയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം നമ്മുടെ മേരി ആണെങ്കിലും വെളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ജോൺ ഇപ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് നിൽക്കാണ്. അതുപോലെ അവനാണെങ്കിൽ ജോർജ് ഉണ്ടല്ലോ അയാളോടൊപ്പം ആ ഒരു പൂന്തോട്ടത്തില് ചെടികളൊക്കെ ഇങ്ങനെ കുഴി ചെയ്യുന്ന ആ ഒരു പണിയിലാണ്. അങ്ങനെ ഇവര് രണ്ടുപേരോടും വന്ന് സംസാരിച്ച് മേരി നേരെ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുന്നത് പെട്ടെന്ന് ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നു. അവൾ വന്നെടുക്കുമ്പോൾ അത് റോസ് തന്നെയാണ്. എടുത്ത് സംസാരിക്കുമ്പോൾ റോസ് പറയും, എനിക്കറിയാം മേരി നീ എന്നെ അവോയ്ഡ് ചെയ്യാണെന്ന്, പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം കണ്ടു, നീയും നിന്റെ അമ്മയും കൂടി റോഡ് സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ നീ എന്തായാലും ഫോൺ എടുക്കാൻ പോവാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും നിന്റെ സുന്ദരിയായ അമ്മയും എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തി ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ റോസ് വിളിക്കുന്നത് പാസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ റോസിന് നമ്മുടെ മേരിയെയും അവളുടെ അമ്മയെയും കാണാൻ കഴിയും. അപ്പോൾ റോസിന്റെ കാലഘട്ടത്തിൽ മേരി ഒരു ചെറിയ പെൺകുട്ടിയാണ്. അങ്ങനെ മേരിക്കായാലും സംശയം വന്നിട്ട് അവള് നേരെ ആ ഒരു ആൽബം എടുത്ത് മേരിയും മേരിയുടെ അമ്മയും കുട്ടിക്കാലത്ത് എടുത്ത ആ ഒരു ഫോട്ടോസിന്റെ ആൽബം അതിൽ ഓരോ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് എല്ലാ ഫോട്ടോയുടെ പുറകിലും ഇപ്പോൾ ഒരു സ്ത്രീയുടെ രൂപം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ ആ ഒരു സ്ത്രീയുടെ രൂപം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ പുതുതായിട്ട് വന്നതാണ്. കാരണം പാസ്റ്റിലെ നമ്മുടെ റോസ്
ഇവരെ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ഫോട്ടോസിന്റെ പുറകിൽ അവരെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇതും കൂടി കണ്ടിട്ട് നമ്മുടെ മേരിക്ക് നല്ല പേടിയായി. മേരി നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ജോർജ് ഉണ്ടല്ലോ, അവൻ അവിടെ നിൽക്കുമ്പോൾ അവനോട് ഇങ്ങനെ ചോദിക്കാണ്, സത്യം പറയും, നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്? ഈ ഒരു വീട്ടിലെ ഇതിന് മുന്നേ താമസിച്ചിരുന്ന ആ ഒരു കുടുംബത്തിന് മുന്നേ ആരാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നിങ്ങനെ അവൾ കാര്യമായിട്ട് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോർജ് റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മേരി ചോദിക്കും, അല്ല അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോർജ് പറയും, വിയറ്റ്നാം യുദ്ധ കാലഘട്ടത്തിലായിരുന്നു, അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ ഒരു വീട്ടിലേക്ക് വരും. പിന്നീട് വീടിനകത്ത് നല്ലതുപോലെ ഒച്ചയും ബഹളവും എല്ലാം കേൾക്കും, ആ ഒരു സ്ത്രീ കരയുന്നതും അങ്ങനെ ഒരുപാട്. പിന്നീട് പെട്ടെന്നൊരു ദിവസമാണ് അയാളെ കാണാതായത്. എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ മേരി ചോദിക്കും, ആ ഒരു സ്ത്രീക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ജോർജ് പറയും, അവർ പിന്നീട് തൂങ്ങി മരിക്കുകയായിരുന്നു. ടെലിഫോൺ വയർ കഴുത്തിൽ കുരുക്കിയാണ് അവർ മരിച്ചത് എന്നിങ്ങനെ പറയുന്നതും മേരിക്ക് ആകെ കൺഫ്യൂഷനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ഈ ഒരു കാര്യം നമ്മുടെ ജോണിനോട് വന്ന് പറയും. ഇതേപോലെ അവളുടെ വീടിനുള്ളിൽ നിന്ന് ആ ഒരു ഫോണിൽ റോസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിക്കുന്നെന്നും അവർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ അവർ പാസ്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ജോൺ ആയാലും ഇതെല്ലാം കേട്ടിട്ട് ഓക്കെ ശരി ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ നോക്ക്, ഇതാണ് സമയം, ഇത് ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അതുപോലെ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സമയത്തിന് മേരി പറഞ്ഞതുപോലെ എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ടൈമാണ് ഫോളോ ചെയ്ത് പോകുന്നതെങ്കിൽ അതിൽ റോസ് എന്ന് പറഞ്ഞ സ്ത്രീയും അതിൽ റോസിന്റെ ഭർത്താവും മരിച്ചു. അതേപോലെ തന്നെ ജോർജ് പറഞ്ഞതുപോലെ റോസ് എന്ന് പറഞ്ഞ സ്ത്രീയും മരിച്ചിരിക്കണം. പക്ഷെ ഇപ്പോൾ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നത് റോസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയം ഇവിടെ വെച്ച് ചേഞ്ച് ആയി. കാരണം അവൾ പുതിയൊരു സുഹൃത്തിനുണ്ടാക്കി, അത് നീയാണ്. അത് കാരണം ഈ ഒരു സമയത്തിൽ മാറ്റം വന്നു. അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിക്കാതെ. വേറെ ഒന്നുമല്ല, ജോർജ് പറഞ്ഞതുപോലെയാണെങ്കിൽ ആ ഒരു സ്ത്രീ എപ്പോഴേ മരിച്ചിരിക്കണം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്. കാരണം ബോബി എന്ന് പറഞ്ഞ ആ ഒരാളെ കൊന്നതിന് ശേഷം നമ്മുടെ മേരിയോട് സംസാരിച്ചത് കൊണ്ടാണ് ആ ഒരു ടൈം അവിടെ നിന്ന് മാറിയത് എന്നല്ല അവൾക്ക് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ നീ ഇത്തിരി ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ മേരിയും കൂട്ടി ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് അവളുടെ അവർ നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ നേരെ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിലൊരു തൊപ്പി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ എടുത്ത് ചുറ്റിനും നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് വന്ന് പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ശബ്ദം. അവള് വീണ്ടും ജനാലയിലൂടെ വന്ന് നോക്കുമ്പോൾ അപ്പോഴും അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും കാണാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മേരി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവളുടെ അടുത്തായിട്ട് തന്നെ സ്റ്റീവൻ ഉണ്ടല്ലോ അവനുണ്ടായിരുന്നു. അവൻ എങ്ങനെ ഒരു വീടിനകത്ത് കയറിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം മേരി കണ്ണു തുറക്കുമ്പോൾ തന്നെ റോസ് വീണ്ടും വിളിക്കാണ്. വന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോ നീ എന്തായാലും എന്നോട് സംസാരിക്കത്തില്ലേ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇനിയിപ്പോ നീ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ എനിക്ക് നല്ലതുപോലെ ഒന്ന് കാണേണ്ടി വരും. ഇന്നലെ രാത്രി നീ ലേറ്റ് ആയില്ലേ? നിന്റെ കാമുവിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജോണിന്റെ പേര് അവളിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓ ജോണില്ലേ, അവന്റെ അച്ഛനും അമ്മയും ഒരു റെസ്റ്റോറന്റ് നടത്തുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ജോണിനെയും റോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് അറിയാം. അതേ സമയമാണ് നമ്മുടെ മേരി ഒരു കാര്യം ആലോചിച്ചിട്ട് പെട്ടെന്ന് അവരോട് പറയുന്നത്, ഇന്നലെ നിങ്ങളെ ഞാനൊരു വൃദ്ധസദനത്തിൽ കണ്ടിരുന്നു എന്നിങ്ങനെ അവരോട് കള്ളം പറയും. സത്യം പറഞ്ഞാൽ ഹീറോയിൻ അവരെയൊന്നും കണ്ടിട്ടില്ല. കാരണം റോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പാസ്റ്റിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു വൃദ്ധസദനത്തിലായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ മേരി അവരോട് പറയുമ്പോൾ റോസ് ചോദിക്കും, ഓ നീ എന്നെ കണ്ടല്ലേ, ഞാൻ എങ്ങനെയുള്ളത്, എനിക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ഓക്കെ ആണെന്നല്ല ചോദിക്കുമ്പോൾ മേരി പറയും, അങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷേ ശാരീരികമായിട്ട് നിങ്ങൾ നല്ലതുപോലെ മെലിഞ്ഞുപോയി, അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ആഹാരം കഴിക്കണം എന്നെല്ലാം നമ്മുടെ മേരി അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബോബി എന്ന് പറഞ്ഞ അവരുടെ കാമുകനുണ്ടല്ലോ അയാളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പാസ്റ്റിലുള്ള റോസിനോട് മേരി ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോൾ റോസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്നോട് സംസാരിച്ചോന്ന് ചോദിക്കുമ്പോൾ അധികമൊന്നും ഞാൻ സംസാരിച്ചില്ല, പക്ഷെ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നിരുന്നു. പിന്നെ കുറച്ചു നേരം TV കണ്ടു, കുറച്ച് കാർഡ് ഗെയിമുകളും കളിച്ചിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ റോസിന് ചെറിയൊരു സംശയം വന്നിട്ട്, ഞാൻ അതിന് കാർഡ് ഗെയിമുകൾ കളിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളത് പഠിച്ചു കാണും. എന്തായാലും നിങ്ങളിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ജോൺ നേരെ മേരിയുടെ വീട്ടിലേക്ക് വന്ന് ആ ഒരു എയർ കണ്ടീഷണർ ഉണ്ടല്ലോ അതിങ്ങനെ ശരിയാക്കിയിട്ട് അത് കഴിഞ്ഞ് മേരി നേരെ വെളിയിലേക്ക് വരുമ്പോൾ ജോർജ് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ജോർജിനോട് കുറെ നേരം സംസാരിച്ചിട്ട് അവന്റെ കഴുത്തിൽ അവള് ഈ പൂക്കളൊക്കെ വെച്ചിട്ട് ചെറിയൊരു മാല ഉണ്ടാക്കിയിരുന്നു, അതെടുത്ത് കഴുത്തിലേക്ക് ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വീടിനകത്ത് ഫോൺ റിങ് ചെയ്യുന്നു. വീണ്ടും വന്നെടുത്ത് സംസാരിക്കുമ്പോൾ അത് റോസാണ്. അപ്പോൾ റോസ് ചോദിക്കും, ഇന്ന് നീ എന്നെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പോൾ മേരി പറയും, അതെ ഞാൻ പോയി, അവള് കള്ളമാണ് പറയുന്നത് എന്ന് നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ റോസ് പറയും, ശരി എന്നെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതും മേരി പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ റോസ് ചോദിക്കും, ഓ അത്രയേ ഉള്ളൂ, അപ്പോൾ എന്നെ കണ്ടിട്ട് പ്രത്യേകതയൊന്നും തോന്നിയില്ല, എന്റെ ശരീരത്തിലോ എവിടെയോ ഒരു മാറ്റവും തോന്നിയില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ മേരി പറയും, കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയും, എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ റോസ് പറയും, ഓക്കെ ശരി മേരി, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ആ പൂന്തോട്ടത്തിനടുത്തായിട്ടുള്ള മരത്തിനടുത്ത് കുഴിച്ചിടാൻ പോവാണ്.
അതെന്താണെന്നൊന്ന് പോയി നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ മേരി ആയാലും ഓടി ചെന്നിട്ട് ആ ഒരു മരത്തിനടുത്ത് ഇങ്ങനെ കുഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കുപ്പി കുഴിച്ചിട്ടിട്ടുണ്ട്. റോസ് അത് പാസ്റ്റിൽ കുഴിച്ചിട്ടതാണ്, ഇപ്പൊ ഫ്യൂച്ചറിൽ നമ്മുടെ മേരി അത് കുഴിച്ചെടുക്കുന്നു. അങ്ങനെ മേരി ആ ഒരു കുപ്പി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ലെറ്റർ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത്, മേരി നീ ഒരിക്കലും എന്നെ കാണാൻ പോയിട്ടില്ല, അങ്ങനെ നീ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നീ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ആഹാ, റോസിന്റെ ഒരു വിരൽ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചേക്കുന്നു. അതാണ് റോസ് ചോദിച്ചത്, എന്നെ കണ്ടപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേന്ന്. കാരണം പാസ്റ്റിലെ റോസ് അവരുടെ വിരൽ കട്ട് ചെയ്ത സമയത്ത് ഫ്യൂച്ചറിൽ എന്തായാലും മേരി കാണാൻ പോകുമ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു വിരൽ ഉണ്ടാവത്തില്ല. അതാണ് അവർ 2-3 വട്ടം എടുത്ത് ചോദിച്ചത്, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേന്ന്. പക്ഷെ നമ്മുടെ മേരി പറഞ്ഞത് കള്ളമായിരുന്നല്ലോ. ആ ഒരു കാര്യം റോസ് ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ജോണിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ ജോണിനാണെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നതും ഇത്തവണ നമ്മുടെ ജോൺ വന്ന് ഫോൺ എടുത്തിട്ട്, ഹേയ് റോസ്, നിങ്ങൾ ഒരിക്കലും ഇനി മേരിയെ വിളിക്കരുത്, ഇതോടെ അവസാനിപ്പിച്ചോ എന്ന് പറയുമ്പോൾ റോസ് പറയും, ഇല്ല എനിക്ക് മേരിയോട് തന്നെ സംസാരിക്കണം, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. ഇല്ല ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ റോസ് പറയും, ശരി ജോൺ, നിന്റെ അച്ഛനെ അമ്മയെ എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് പറയും, അവൾ എന്റെ ആ ഒരു സമ്മാനം കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ജോൺ പറയും, ശരി നിങ്ങൾ ഒരിക്കലും വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതും താഴത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാണ്, കുഞ്ഞു കരയുന്ന. അപ്പോൾ നമ്മുടെ മേരി ആണെങ്കിലും പെട്ടെന്ന് ജോർജിനെ കാണാനായിട്ട് നേരെ താഴത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നില്ല. ഡോർ തുറക്കുന്നത് വേറൊരു ലേഡി. അപ്പോൾ അവരോട് ചോദിക്കും, അല്ല ജോർജ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറയും, ജോർജ് അതാരാ, അല്ല ഞാൻ നേരത്തെ അയാൾക്കൊരു മാലയെല്ലാം ഇട്ട് കൊടുത്തിരുന്നു, അങ്ങനെ ഒരാൾ ഇതിനകത്തേക്ക് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറയും, ഇല്ല ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി, എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, റോസ് പാസ്റ്റിലെ നമ്മുടെ ജോർജിനെ കൊന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ ജോർജിനെ കാണാൻ കഴിയാത്തത്. കാരണം പാസ്റ്റിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ അത് എന്തായാലും ബാധിക്കും. അതുകൊണ്ട് ജോർജിനെ അവർ കൊന്നതുകൊണ്ട് ഫ്യൂച്ചറിലാണെങ്കിൽ ജോർജ് ഇല്ല. അപ്പോഴേക്കും മേരി പെട്ടത് ജോണിനോട് ചോദിക്കുന്നുണ്ട്, ഹേയ് ജോൺ, നീ ഇതിനു മുന്നേ ജോർജിനെ കണ്ടിട്ടില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി പൂന്തോട്ടത്തിനടുത്ത് നിന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ജോണിന് അത് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ, ബാക്കി എല്ലാവരും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോകും. അതുകൊണ്ടാണ് നമ്മുടെ ജോണിന് ആ ഒരു കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തത്. അപ്പോഴേക്കും ജോൺ ആയാലും പറയും, ശരി മേരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട, എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് രാത്രി ഒരുപാട് നേരം സംസാരിച്ച് കിടക്കുന്ന സമയത്ത് എന്തോ നമ്മുടെ മേരിക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ആയിട്ട് ജോണുമായിട്ട് വന്ന് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മേരി പറയും, ശരി ഞാൻ ആ ഒരു വീട് മാറാൻ പോവാണ്, എന്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് മേരി തന്റെ നായനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ആ ഒരു നായനെ വഴിയിൽ വെച്ച് അഴിച്ചെല്ലാം വിടുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു നായ ഓടി വേറെ എങ്ങോട്ടോ പോകുന്നത് മേരി അതിന്റെ പുറകെ ഓടി ചെല്ലുമ്പോൾ മേരിയുടെ ഭർത്താവുണ്ടല്ലോ സ്റ്റീവൻ, അവനാണ് അവിടെ നിൽക്കുന്നത്. അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ആ ഒരു നായനെ പിടിച്ചു വെച്ചിട്ട് അതിനെ തരത്തില്ല എന്ന് പറയും. മേരി കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത്, നീ എന്തായാലും അവനോടൊപ്പം പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ നായനെ പങ്കിടാൻ മാത്രം ഞാൻ ഒരിക്കലും തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായനെ അവൻ കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മേരി അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വൈകിട്ട് ഞാൻ സ്ട്രീറ്റിൽ വെച്ച് കാണാം, എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറയുമ്പോൾ അവൾ പറയും, ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞേ. ജോൺ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സമയത്ത് അവൾ ആ ഒരു സ്ട്രീറ്റിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരമായിട്ടും ജോൺ വരുന്നില്ല. അങ്ങനെ അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു നമ്പരേ നിലവിലില്ല എന്നാണ് പറയുന്നത്. ഷെടാ ഇതെന്തു പറ്റി എന്നുള്ള രീതിയിൽ മേരി നേരെ ജോണിന്റെ അച്ഛനും അമ്മയും നടത്തുന്ന ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ടാണ് അവരോട് ചോദിക്കുന്നത്, അല്ല ജോൺ ഇവിടെ വന്നില്ലേ, എന്നെ വൈകിട്ട് കാണാന്ന് പറഞ്ഞു. അവൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരും പെട്ടെന്ന് അത്ഭുതത്തോടെ ഇവളെ നോക്കുകയാണ്. അപ്പോൾ മേരിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ചോദിക്കും, അല്ല നീ എന്താ പറയുന്നത്, ഞങ്ങളുടെ മകനെ കാണണമെന്ന് തന്നെയാണോ പറയുന്നത്? അത് എന്നെ നേരത്തെ വിളിച്ചിരുന്നു, എനിക്ക് അവനോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന്, നിനക്ക് എന്റെ മകനോട് സംസാരിക്കണം അല്ലേ, ശരി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു സെമിത്തേരിയുടെ പേര് നമ്മുടെ മേരിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അവൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മേരി ആയാലും നടന്ന് ആ ഒരു സെമിത്തേരിയുടെ അടുത്തേക്ക് ചെന്ന് അകത്ത് നോക്കുമ്പോഴത്തേക്കും ആഹാ എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ ജോണിന്റെ ശവക്കല്ലറയുണ്ട്. അതും കുട്ടിക്കാലത്ത് തന്നെ ജോൺ മരിച്ചിരുന്നു. അപ്പൊ ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോസ് ഉണ്ടല്ലോ, റോസ് പാസ്റ്റിലെ കുട്ടിയായിരിക്കുന്ന നമ്മുടെ ജോണിനെ കൊന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരിക്കലും ജോൺ ഉണ്ടാവത്തില്ല. അങ്ങനെ മേരി ആയാലും അവിടെ ഇരുന്ന് കരയുന്ന അതേ സമയം അവളുടെ അടുത്തേക്ക് ഒരു വയസ്സായുള്ള സ്ത്രീ വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ മേരി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഒരു പയ്യനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയാം, അവൻ എങ്ങനെയാ മരിച്ചത്? അപ്പോൾ അവർ പറയും, ആ ഒരു പയ്യന്റെ വീട്ടുകാർക്ക് പോലും അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയത്തില്ല, അവന്റെ ശരീരം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മേരി അവിടെ നിന്ന് നേരെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ഒരു ചെറിയ മുറി ഉണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ഒരു ചുമരും കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ചുമരാണെങ്കിൽ ഇപ്പൊ അവൾ അടിച്ചു പൊളിക്കാണ്. അങ്ങനെ അടിച്ചു പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കാണിക്കുമ്പോ ആഹാ എന്താണെന്ന് വെച്ചാല് നമ്മുടെ റോസ് കൊന്ന 3 പേരുടെ ശരീരവും അവിടെ തന്നെ കിടപ്പുണ്ട്. ഒന്ന് ജോൺ, അതേപോലെ തന്നെ ജോർജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരാള്, അത് കഴിഞ്ഞ് അവളുടെ കാമുകൻ ബോബി. ഇവരെ 3 പേരെയും കൊന്ന് ആ ഒരു ചുമരിനകത്താണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് മേരി അവരുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും അവർ വിളിച്ചിട്ട് മേരിയെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കാണ്. ജോൺ, ജോർജ്, ബോബി ഇവരെ 3 പേരെയും കാണാനില്ലല്ലേ,
ഇതെല്ലാം സംഭവിക്കാൻ കാരണം നീയാണ്, ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീ എന്നോട് കൂട്ടുകൂടാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ജോൺ ആണെങ്കിലോ എന്നിൽ നിന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല. അതുപോലെ ഇപ്പോൾ എന്നോടൊപ്പം ഒരു പുതിയ സുഹൃത്തുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി നമ്മുടെ മേരിയോട് ഇങ്ങനെ സംസാരിക്കും. ഹലോ, അപ്പൊ മേരി, മോളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയും, എന്റെ പേര് മേരി, മേരി കീ എന്നിങ്ങനെ പറയുന്നതും അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. കാരണം പാസ്റ്റിൽ നിൽക്കുന്ന റോസ് കുട്ടിയായിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ മേരി ഇത് വിശ്വസിക്കത്തില്ല. മേരി ചോദിക്കും, മോളുടെ വീട്ട് അഡ്രസ്സ് പറയും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരി ആണെങ്കിലും അവളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് പറയുമ്പോൾ മേരി പെട്ടെന്ന് മേരിയോട് തന്നെ പറയാണ്, മേരി ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്ക്. ആ ഒരു സ്ത്രീ മോശമായിട്ടുള്ള സ്ത്രീയാണെന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ റോസ് ആ ഒരു ഫോൺ വാങ്ങിയിട്ട്, അധികം ഇനി എന്തായാലും പറയണ്ട. അപ്പോൾ മേരി ചോദിക്കും, നീ അവളുമായിട്ട് എന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങളിവിടെ ഡിന്നർ ഉണ്ടാക്കുകയാണ്. അതുമല്ല മുകളിൽ അടുപ്പിലാണെങ്കിൽ തിളച്ച എണ്ണ ഇരിക്കുകയാണ്, താഴെയാണെങ്കിൽ ആ ഒരു കുഞ്ഞു മേരി അവിടെ തന്നെ നിൽക്കുകയാണ്. അവളുടെ മുകളിലേക്ക് വല്ലതും വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നതും മേരി പറയുന്നുണ്ട്, ഒന്നും ചെയ്യരുത് പ്ലീസ്, അവളെ നിങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് റോസ് പ്ലീസ് എന്നെല്ലാം പറയുമ്പോൾ റോസ് പറയുമില്ല, ഒരു തവണയെങ്കിലും നീ അത് അനുഭവിച്ചാൽ മാത്രമേ ഇനി ഇതുപോലെ എന്നോട് കാണിക്കാതിരിക്കൂ എന്നെല്ലാം പറയുന്നതും നമ്മുടെ മേരി ഇവിടെ നിന്നിട്ട് ഒരുപാട് കരഞ്ഞെല്ലാം പറയുന്നുണ്ട്, സോറി എന്നെല്ലാം. പക്ഷെ അതൊന്നും കേൾക്കാതെ റോസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പാസ്റ്റിലെ നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരിയുടെ ദേഹത്തേക്ക് ആ ഒരു തിളച്ച എണ്ണ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതേസമയം ഇവിടെ ഫ്യൂച്ചറിൽ നമ്മുടെ മേരിയുടെ ശരീരത്തും ആ ഒരു പൊള്ളലേറ്റ പാടുകളുണ്ടല്ലോ അതിങ്ങനെ ഉണ്ടാവുകയാണ്. മേരിക്ക് നല്ലതുപോലെ വേദന എടുത്ത് അവളിങ്ങനെ കരയുന്നുണ്ട്. അവളുടെ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ആ ഒരു തിളച്ച എണ്ണ വീണ് നല്ലതുപോലെ പൊള്ളി. അതുകൊണ്ട് തന്നെ നമ്മുടെ മേരിക്കിനി റോസിനെ അനുസരിക്കാതെ വേറെ വഴിയില്ല. കാരണം നമ്മുടെ മേരിയുടെ അമ്മയും കുട്ടിയുള്ള മേരിയും പാസ്റ്റിൽ അവരോടൊപ്പം ഉണ്ട്. അങ്ങനെ നമ്മുടെ മേരി ആണെങ്കിലും അവളുടെ ആൽബം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മേരിക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുത്തൊരു ചിത്രം. അങ്ങനെ ഇത്തവണ വീണ്ടും റോസ് വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്റെ സുഹൃത്തായിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, നീ ഒരിക്കലും എന്നെ വിട്ട് പോകരുത് എന്നെല്ലാം പറയാണ്. അവരൊരു സൈക്കോ ലേഡിയാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മേരി റോസിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് മേരി പറയുന്നത്, നാളെ എൻ്റെ ജന്മദിനമാണ്, നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് വരണം, എനിക്ക് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ ഓർമ്മയുണ്ട്, ഇനി നമുക്ക് കുഴപ്പമില്ലാതെ പോകാന്നെല്ലാം പറയുമ്പോൾ റോസ് ആണെങ്കിലും ശരി ഞാൻ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം റോസ് വിളിച്ചിട്ടാണ് പറയുന്നത്, സോറി എനിക്ക് നിങ്ങളുടെ ജന്മദിനത്തിന് വരാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മേരി, കുട്ടിയായിട്ടുള്ള മേരി ഉണ്ടല്ലോ, അവള് ഹലോ എന്ന് വെക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ആ ഒരു സ്ത്രീ റോസ് നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോസ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മേരി അവളുടെ ജന്മദിനത്തിന് വരാൻ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു ഡേറ്റില് അവിടെ എന്തോ ഒരു അപകടം നടക്കുന്നുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേര് മരിച്ചും പോയി. അപ്പോൾ റോസ് അവിടേക്ക് വന്ന് അതിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് മേരി അവളെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചത്. പക്ഷേ റോസിന് ബസ് കിട്ടാത്തത് കൊണ്ട് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുമല്ല റോസിന് മനസ്സിലായി മനഃപൂർവ്വം ആ ഒരു അപകടത്തിൽ പെടുത്തി റോസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മേരി ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അവളെ വിളിച്ചതെന്ന്. അതുകൊണ്ടാണ് കുട്ടിയായിട്ടുള്ള മേരിയെ റോസ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അത് കൊല്ലാൻ വേണ്ടി. അപ്പോഴേക്കും മേരി ആണെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, പ്ലീസ് ഇനിയെങ്കിലും എന്നെ വെറുതെ വേണം, നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞാൻ കേൾക്കാം, എനിക്ക് ഇനി സമയമുണ്ടെന്നെല്ലാം പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല. അതേ സമയം ഇവിടെ ഈ ഒരു വീടിന് വെളിയിലെ ഡോറിൽ എന്തോ ഒരു ശബ്ദം കേട്ട് മേരി പാതി ആ ഒരു ഡോറിനടുത്തേക്ക് നടന്നു ചെല്ലുന്നതും പെട്ടെന്ന് ഒരു വലിയ വാള് ആ ഒരു ഡോറിലേക്ക് വെച്ചൊരു ഒറ്റ വെട്ട് വേറെ ആരുമല്ല റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ മേരിയുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് അവർ മേരിയെ കൊല്ലാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഓടി മുറിയിലേക്ക് വന്ന് ഡോർ അടച്ചിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ മറുവശത്ത് കുട്ടിയായിട്ടുള്ള മേരി. അപ്പൊ കുട്ടിയായിട്ടുള്ള മേരിയോട് പറയുന്നുണ്ട്, മേരി ആ ഒരു സ്ത്രീ നിന്നെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നീ രക്ഷപ്പെടണമെന്നെല്ലാം പറയുമ്പോൾ കുട്ടിയായിട്ടുള്ള മേരിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് പേടിയാവുന്നെല്ലാം പറയുമ്പോൾ മേരി പറയും, ഇല്ല ഒരു കാരണവശാലും നീ പേടിക്കരുത്, നീ നേരെ കിച്ചണിലേക്ക് പോകണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മേരി ആയാലും ഓടുന്ന സമയത്ത് നേരെ താഴേക്ക് വന്ന് വീണ അടുത്തുള്ള ഒരു കത്തി അവളുടെ കാലിലേക്ക് കയറും, അതും വലിച്ചൂരി മേരി അടുത്തുള്ള റൂമിലേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരി അവിടെ മറ്റൊരു റൂമിനകത്തേക്ക് ഓടി ഇങ്ങനെ കയറാണ്. ഇവിടെ നമ്മുടെ മേരിയെ കൊല്ലാനായിട്ട് റോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നതും അവിടെയും അതുപോലെ തന്നെ കുട്ടിയായിട്ടുള്ള മേരിയെ കൊല്ലാൻ വേണ്ടി പാസ്റ്റിലെ റോസ് നടന്നിങ്ങനെ പോകുന്നു. അപ്പൊ റോസിന്റെ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ അവരെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ മേരി പെട്ടെന്ന് പാസ്റ്റിലെ കുട്ടിയായിട്ടുള്ള മേരിയോട് പറയും, മേരി നീ ആ ഒരു വാർഡ്രോബ് കാണുന്നുണ്ടോ, അതിലെ കണ്ണാടി നീ തകർക്കണം. അപ്പൊ കുട്ടിയായിട്ടുള്ള മേരി അതുപോലെ ചെയ്യുമ്പോൾ മേരി പറയും, അതിലൊരു കണ്ണാടി എടുത്ത് കയ്യിലേക്ക് പിടിക്കും പ്ലീസ് എന്നെല്ലാം പറയുന്നതും കുട്ടിയായിട്ടുള്ള മേരി അതുപോലെ തന്നെ ചെയ്യാണ്. അതേസമയം ഫ്യൂച്ചറിലും പാസ്റ്റിലും ഒരുപോലെ തന്നെ റോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഡോർ അങ്ങനെ തുറന്നിട്ട് ഇവിടെ നമ്മുടെ മേരിയെ വെട്ടാൻ വേണ്ടി ആ ഒരു വാള് കൊണ്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് എന്തോ ഒരു കാര്യം സംഭവിക്കുകയാണ്, അവരെ അവിടെ കാണാനില്ല. അതുപോലെ ആ ഒരു ഫോണിലൂടെ നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരി കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മേരി ചോദിക്കും, അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടിയായിട്ടുള്ള മേരി പറയും, അവർ താഴെ വീണ് കിടക്കാണ്, അവരുടെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് അനക്കൂല എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാല് പാസ്റ്റിൽ തന്നെ റോസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഇപ്പൊ ആ ഒരു റോസിനെ കാണാൻ കഴിയാത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ മേരി ആണെങ്കിലും ഒരു കുഴപ്പമില്ല, പാസ്റ്റിൽ എന്തായാലും റോസ് ഇല്ലാത്തത് കൊണ്ട്
അവൾക്ക് എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സ്റ്റീവൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറി വരികയാണ്. അവനോട് പോകാൻ പറയുമ്പോഴത്തേക്കും അവൻ കേൾക്കാതെ അതിനകത്ത് വന്നിട്ട് നമ്മുടെ മേരിയെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നതും മേരി അങ്ങനെ അവനെ നോക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുമ്പോൾ മേരി എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു തകർന്ന ചുമരില്ലേ അത് വീണ്ടും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, സ്റ്റീവനെ കൊന്ന് റോസ് എങ്ങനെയാണോ അവളുടെ കാമുനെ കൊന്നത് അതുപോലെ സ്റ്റീവനെ കൊന്ന് ആ ഒരു ചുമരിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മേരി ഇപ്പോൾ കെട്ടിയടയ്ക്കുന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.